കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊന്നിച്ച് കർത്താവിന്റെ കൃപയാൽ ദൈവവചന പഠനത്തിനായിട്ട് വീണ്ടും കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മാസത്തെ ഈ വിഷയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിലേക്കാണ് നാം വന്നിരിക്കുന്നത്. കർത്താവ് കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ കർത്താവിന്റെ ഉപമകളെ കുറിച്ച് പഠിക്കുവാൻ സഹായിച്ചു. ഏകദേശം 5 ഉപമകളോളം കഴിഞ്ഞ 4 ക്ലാസ്സിലായിട്ട് നാം ചിന്തിച്ചു. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഒടുവിൽ പറഞ്ഞ ഉപമയും തുടർന്ന് മറ്റൊരു ഉപമയും കൂടെ ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് ഈ വിഷയം പഠനം ഇത് തീരുന്നില്ല. കർത്താവ് പറഞ്ഞ അനേകം ഉപമകളുണ്ട്. എന്നാൽ പൊതുവെ അധികം കേൾക്കാത്ത ഉപമകളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പത്തനംതിട്ട SPS അതിന്റെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ എല്ലാവരോടുമുള്ള നന്ദിയെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമയാണ് നാം ചിന്തിച്ചത്. ആ വാക്യങ്ങളിലേക്ക് ഞാൻ എല്ലാം കടന്നു വരുന്നില്ല. 11 മുതലുള്ള വാക്യങ്ങളിലാണ് കർത്താവ് ആ ഉപമ പറഞ്ഞു തുടങ്ങുന്നത്. ആ 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിന് സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവനൊരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ചവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിനെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഉപമ. തുടർന്നുള്ള 27 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമയുടെ വിശദാംശങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കർത്താവ് ഈ ഉപമ പറഞ്ഞു എന്ന് 11-ാം വാക്യത്തിൽ തന്നെയുണ്ട്. ജനത്തിനിടയിൽ ഒരു കിംവദന്തി പടർന്നു. അത് കർത്താവ് യെരൂശലേമിനെ റോമിനെ തകർത്തു കളഞ്ഞ് ക്ഷണത്തിൽ ദൈവരാജ്യം വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അവരുടെ തോന്നൽ മാറ്റുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. പൊതുവെ അനേക ആളുകളും ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയുണ്ട്. നമുക്കറിയാം, താലന്തിന്റെ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന് 14 മുതലുള്ള വാക്യങ്ങൾ. ഈ താലന്തിന്റെ ഉപമയും ഇവിടെ പറഞ്ഞിരിക്കുന്ന റാത്തലിന്റെ ഉപമയും ഒന്ന് തന്നെയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതൊന്നല്ല. അവ രണ്ടും തമ്മിൽ സാമ്യമുണ്ടെങ്കിലും അത് രണ്ടും 2 ഉപമകളാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ താലന്തിന്റെ ഉപമകളെ കുറിച്ച് പറഞ്ഞു. കർത്താവ് അവിടെ വിശ്വസ്തതയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെയും കർത്താവ് വിശ്വസ്തതയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇത് രണ്ടും 2 ഉപമകളാണ്. കാരണം അവിടെ 3 ദാസന്മാർക്കാണ് താലന്തുകൾ വീതിച്ചു കൊടുക്കുന്നത്. ഇവിടെ 10 ദാസന്മാരാണ്. അവിടെ താലന്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ നാം വായിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ 10 റാത്തൽ 10 ദാസന്മാർക്ക് വീതിച്ച് കൊടുക്കുക, ഒരുപോലെ കൊടുക്കുക. അതുകൊണ്ട് ഈ 2 ഉപമകളും വ്യത്യസ്തമാണ് എന്ന് നാം ശ്രദ്ധിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒടുവിലായി പറഞ്ഞു നിർത്തിയത് ഈ ഉപമയിലുള്ള 2 കൂട്ടം ആളുകളെയാണ്. ഒന്ന് വിശ്വസ്ത ദാസന്മാരായിരുന്നവർ, അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിറപടിയായി നിവർത്തിച്ച വിശ്വസ്തരായ ദാസന്മാർ. 2 അവിശ്വസ്തരായിരുന്ന ദാസന്മാർ. വിശ്വസ്തരായ ദാസന്മാരുടെ 3 സവിശേഷതകൾ നാം ചിന്തിച്ചു. ഒന്നാമത്തെ സവിശേഷത നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്, അവരുടെ ഉത്തരവാദിത്വം അവർ അറിഞ്ഞിരുന്നു. They knew their responsibility. അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. കാരണം യജമാനൻ അവരോട് പറഞ്ഞു, ദാസന്മാരോട് പറഞ്ഞു, ഞാൻ വരുവോളം വ്യാപാരം ചെയ്യുന്നു. ഡു ദ ബിസിനസ് ടിൽ ഐ കം. ഞാൻ വരുവോളം നിങ്ങൾ വ്യാപാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവരത് കേട്ടു, അവരത് അറിഞ്ഞു. അവരുടെ ഉത്തരവാദിത്വം എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ്. ഒരു വിശ്വസ്ത ദൈവദാസന്മാർ അല്ലെങ്കിൽ വിശ്വസ്ത ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചത് എന്ത്, നമ്മുടെ ഉത്തരവാദിത്വം എന്ത്, നമ്മുടെ കൃപാവരം എന്ത്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവെന്ത് എന്ന് തിരിച്ചറിയുക എന്നത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മെ ഏൽപ്പിച്ച അല്ലെങ്കിൽ നാം ഏൽപ്പിച്ച മേഖലയിൽ വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ കഴിവ് എന്താണെന്ന് നമുക്ക് അറിയാതിരിക്കുന്നിടത്തോളം, എന്റെ കൃപാവരം എന്താണെന്ന് ഞാൻ അറിയാതിരിക്കുന്നിടത്തോളം
ആ കൃപാവരം അറിഞ്ഞ് നാം ആയിരിക്കുന്ന സ്ഥലസഭയിൽ, നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം പ്രയോജനമുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നാം അറിയണം. അതിന് ഈ കഴിവ് എന്തെന്നും കൃപാവരം എന്തെന്നും ഒക്കെ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എങ്കിൽ മാത്രമേ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്താൻ കഴിയുള്ളൂ. അതിനൊന്ന് ആവശ്യം, നമ്മെ ഏൽപ്പിച്ചത് എന്തെന്ന് നാം അറിയുക എന്നതാണ്. രണ്ട്, ഈ വിശ്വസ്തദാസന്മാരുടെ രണ്ടാമത്തെ സവിശേഷത, അവർ ഉത്തരവാദിത്വം അറിഞ്ഞു, രണ്ടവർ അത് ചെയ്തു, അതവർ നിറവേറ്റി. നമ്മളോട് വായിക്കുന്നുണ്ട്, അവിശ്വസ്തരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ന്യായീകരണങ്ങളും നിരത്തുവാൻ സാധിക്കുമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, യജമാനൻ ഇങ്ങനെ റാത്തലൊക്കെ ഏൽപ്പിച്ചിട്ട് പോയി, മടങ്ങി വരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വേണം ന്യായീകരണം പറയാമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ഒരു റാത്തൽ വെള്ളി എന്ന് പറയുന്ന അത്ര വലിയ തുകയൊന്നുമല്ല, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാനുള്ള പല കാരണങ്ങൾ അവർക്കുണ്ടായി. അത് മാത്രമല്ല, ഈ യജമാനൻ മടങ്ങി വരുമ്പോൾ നമുക്ക് പ്രതിഫലം നൽകുമെന്ന് എന്താ ഉറപ്പ്? യജമാനൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഡു ദ ബിസിനസ് ടിൽ ഐ കം. ഞാൻ വരുവോളം നിങ്ങൾ വ്യാപാരം ചെയ്യുവിനെന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾ വ്യാപാരം ചെയ്ത് മെച്ചമുണ്ടാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് വരുമ്പോൾ അതിന്റെ ഒരു വിഹിതം നൽകാം. അങ്ങനെ ഒന്നും യജമാനൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ന്യായീകരണം പറയാമായിരുന്നു, തരുമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനാ ഈ അധ്വാനിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് പല ന്യായീകരണങ്ങൾ നിർത്താമായിരുന്നു. പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. മറിച്ച് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അറിഞ്ഞ് അവരത് നിവർത്തിക്കുവാൻ അവർക്ക് സാധിച്ചു. പ്രിയരെ, വിശ്വസ്തദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്തെന്നറിയുക, അത് നിറവേറ്റുന്നവർ ആയിരിക്കുക. കേവലം അത് പറയുന്നവർ മാത്രമല്ല, അറിഞ്ഞവർ മാത്രമല്ല, മറിച്ച് അത് നിറവേറ്റുന്നവർ ആയിരിക്കുക. മൂന്നാമത്തെ കാര്യം, അവരുടെ വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിച്ചു. They received the reward for their faithfulness. അവരുടെ വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിച്ചു. അവർക്ക് പ്രതിഫലം നൽകുമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും യജമാനൻ മടങ്ങി വന്നപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഓരോരുത്തൻ മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞു, 10 റാത്തൽ കൂടെ ഞാൻ സമ്പാദിച്ചു. ഒരുത്തൻ കടന്നു വന്നു, 10 റാത്തൽ കൂടെ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു പ്രതിഫലം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുന്നമേ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. നാം നിവർത്തിക്കുന്നതിനൊക്കെയും നാം ചെയ്യുന്നതിനൊക്കെയും നമുക്ക് പ്രതിഫലം നൽകുമെന്ന് കർത്താവ് വാഗ്ദത്തം കൂടെ ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഗ്ദത്തം ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ മടങ്ങി വന്നപ്പോൾ യജമാനൻ കൊടുത്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ, ഉത്തരവാദിത്വം നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലാകട്ടെ, ജോലിയോടുള്ള ബന്ധത്തിലാകട്ടെ, സഭയോടുള്ള ബന്ധത്തിലാകട്ടെ, ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, നമ്മെ ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രോത്സാഹനം കൂടെ ഉണ്ട് ചെയ്യുവാൻ. എന്താണ്? നമുക്ക് പ്രതിഫലമുണ്ട്. കർത്താവ് പറഞ്ഞു, അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതിഫലമുണ്ടെന്നൊരു പ്രോത്സാഹനം കൂടെ നമുക്ക് നൽകിയിരിക്കുക. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അതില്ലായിരുന്നു, എന്നാൽ മടങ്ങി വന്നപ്പോൾ പ്രതിഫലം അവർക്ക് കൊടുത്തു. ഇനി ഓർക്കണം, ഇവർ എങ്ങനെയാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നത്? ഒരുവൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, യജമാനനെ, ഒന്നാമത്തെ വന്നിട്ട് പറഞ്ഞു, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. അടുത്തവൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നീ തന്ന റാത്തൽ കൊണ്ട് ഞാൻ 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. മറ്റൊരുവൻ കടന്നു വന്ന്, അപ്പോ ഈ സമ്പാദിച്ചവരൊക്കെ കടന്നു വന്നിട്ട് പറയുന്നത് വ്യത്യസ്തമായിരിക്കുന്ന കണക്കാണ്. ഒരുവൻ ഒന്ന് പറഞ്ഞു 10 റാത്തൽ കൂടെ, മറ്റൊരു ഒന്ന് പറഞ്ഞു 5 റാത്തൽ കൂടെ, വേറൊരുവന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. എങ്കിലും 10 ദാസന്മാരുടെ കണക്കെടുക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും, ആദ്യത്തെ 2 പേരും എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ 10 കൂടെ നേടി, 5 കൂടെ നേടി. അപ്പോൾ ഒരു കാര്യമുണ്ട്, അളവിന് ഇവിടെ പ്രാധാന്യത ഇവിടെ യജമാനൻ പറയുന്നില്ല. അളവിന്, മറിച്ച് നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ പ്രവർത്തിച്ചോ എന്നതാണ്. കർത്താവ് പറയുന്ന ഉപമയിൽ നമുക്കറിയാം, വിതക്കാരന്റെ ഉപമയുണ്ട്. വിതക്കാരൻ പുറപ്പെട്ടു പോയി വിത്ത് വിതച്ചു. അപ്പോൾ 30 മേനി, 60 മേനി, 100 മേനി ഉള്ളത്. അപ്പോൾ പല കണക്കാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും കണക്ക് പലതാ. ഒരുവൻ 10 നേടി, ഒരുവൻ 5 നേടി. പക്ഷെ യജമാനൻ അതിൽ സന്തോഷിക്കുകയാണ്. കാരണം എത്ര നേടി എന്നതല്ല, നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾ ചെയ്തോ എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ വിശ്വസ്തത പുലർത്തി എന്നതാണ് ഇവിടെ പ്രതിഫലം നൽകുമ്പോൾ എടുത്തു കാണിക്കുന്നത്. ഇനി മറ്റൊരു വസ്തുത, എന്താ പ്രതിഫലം? എന്താ ഇവർക്ക് കൊടുത്ത പ്രതിഫലം? നാം ചിന്തിക്കും,
നാം ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് ഇനി ഒരു പ്രവൃത്തിയും വേണ്ട, നീ സ്വസ്ഥമായിരിക്കുക, അതാണ് ഇവിടുത്തെ പ്രതിഫലം. അല്ല, ഒന്നാമത്തെ കടന്നു വന്നിട്ട് പറഞ്ഞു 10 റാത്തൽ കൂടെ ഞാൻ നേടി. അപ്പോൾ എന്താ യജമാനൻ പറയുന്നത്? അതുകൊണ്ട് നിനക്കുള്ള പ്രതിഫലം എന്താ? 10 പട്ടണത്തിന് നിന്നെ അധികാരിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താ പ്രതിഫലം? പ്രതിഫലം എന്ന് പറയുന്നത് ആത്മീയ തലത്തിൽ ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രതിഫലം അധികം ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുക. അത് തന്നെയാ, അത്യല്പത്തിൽ വിശ്വസ്തനെ നിന്നെ അധികത്തിൽ കാര്യവിചാരകനാക്കും. അപ്പൊ നിന്നെ ഏൽപ്പിച്ച ആ ഒരു റാത്തലിൽ നീ വിശ്വസ്തത പുലർത്തിയപ്പോൾ നീ 10 കൂടെ നേടി എന്ന് പറഞ്ഞു എങ്കിൽ 10 പട്ടണങ്ങൾക്ക് നീ അധികാരിയായിരിക്കുക. അത്രയും വലിയൊരു ഉത്തരവാദിത്വം നിന്നെ ഭരമേൽപ്പിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രതിഫലം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണല്ലേ. ഇനി ഒന്നുമില്ല, ഇനി സ്വസ്ഥമായിട്ട് കുറച്ച് നാൾ ഇരുന്നോളൂ. അല്ല, അങ്ങനെയല്ല. നിന്നെ ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ, എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തത നാം പുലർത്തുമ്പോൾ ദൈവം അധികം ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കും. അതാണ് ആത്മീയ തലത്തിലെ, അല്ലെങ്കിൽ കർത്താവ് നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന പ്രതിഫലം. വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം അതാണ്. അല്പത്തിൽ വിശ്വസ്തത പുലർത്തിയാൽ അധികത്തിൽ ദൈവം നമ്മെ ഉത്തരവാദിത്വം നൽകി നമ്മെ ഫലമേൽപ്പിക്കാം. മുമ്പോട്ട് വരാം. രണ്ടാമത്തെ കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. മൂന്നാമത്തിനൂടെ കടന്നു വന്നിട്ട് യജമാനോട് പറയുന്നുണ്ട്, കർത്താവേ, 20ാമത്തെ വാക്യം, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അത് ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവനൊന്നും ചെയ്തില്ല, അവൻ ഉറുമാലിൽ കെട്ടിവെച്ചു. മറ്റേ താലന്തിന്റെ ഉപമയിൽ നാം വായിക്കുന്നുണ്ട്, അവൻ മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്തു. ഇവിടെ ഉറുമാലിൽ കെട്ടിവെച്ചു. അപ്പൊ ഇവനൊന്നും പ്രവർത്തിച്ചില്ല, ഇവനൊന്നും അത് ചെയ്തില്ല. നമുക്ക് പറയാം, അവൻ അവിശ്വസ്തരായിരുന്ന ദാസന്മാരെ കുറിച്ചാണ് നമുക്ക് ഇനി ചിന്തിക്കാനുള്ളത്. അവരുടെ 2-3 സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന 3 കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന്, അവരുടെ വേല എന്തെന്ന് അവരറിഞ്ഞു, പക്ഷെ അവരനുസരിച്ചില്ല. They knew their responsibility, but they did not obey it. അവരുടെ വേല എന്തെന്ന് അവരും കേട്ടതാണ്. എല്ലാ ദാസന്മാരും കേട്ടു, ഞാൻ വരുവോളം വ്യാപാരം ചെയ്യും. പക്ഷെ ഇവരും ഇത് കേട്ടതാണ്, കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇവരനുസരിച്ചില്ല. അതാണ് ഇവരുടെ ഒന്നാമത്തെ കാര്യം. ഇവരിവിടെ യജമാനെ വിളിക്കുന്നത് എന്താ? കർത്താവേ എന്നാ വിളിക്കുന്നത്. കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു. പക്ഷെ വിളിക്കുന്നത് കർത്താവേ എന്നാണെങ്കിലും കർത്താവ് കർത്തൃത്വം നടത്തുവാൻ ഇവൻ അനുവദിച്ചില്ല. കർത്താവ് പറഞ്ഞ വാക്കെന്താ? നീ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുന്നത്. അവനത് ചെയ്യുന്നില്ല. അപ്പൊ ഇവൻ വിളിക്കുന്നത് കർത്താവേ എന്നാണ്, പക്ഷെ കർത്താവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം അവന്റെ ജീവിതത്തിൽ നൽകിയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവരുടെ വേല അറിഞ്ഞെങ്കിലും അവരനുസരിച്ചില്ല. 2, അവരുടെ ഹൃദയം യജമാനനോട് ശരിയായ ബന്ധത്തിലായിരുന്നില്ല. Their relationship with the Lord was not in the right way. ശരിയായ നിലയിലായിരുന്നില്ല. കാരണം 21ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, നീ വയ്ക്കാത്തത് എടുക്കുകയും, ആരെക്കുറിച്ച്? യജമാനെ കുറിച്ച് ഈ ദാസൻ പറയുക, നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട്. അപ്പോൾ ഈ ദാസന്, അവിശ്വസ്ത ദാസന്, അവന്റെ യജമാനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെയായിരുന്നു, എന്റെ യജമാൻ ഒരു കഠിന ഹൃദയൻ, ഇടപെടാനൊന്നും കൊള്ളുകയില്ല എന്ന നിലയിൽ അവന് ശരിയായ ഒരു ബന്ധം യജമാനോടില്ലായിരുന്നു. ഒരു സ്നേഹം ഈ യജമാനോട് ഇല്ലായിരുന്നു. അവന് ഭയമുണ്ട്. അതുകൊണ്ടാണ് യജമാനെ കർത്താവേ എന്നൊക്കെ വിളിച്ച് ഭയത്തോടെയൊക്കെ പറയുന്നത്. പക്ഷെ അവന്റെ ഭയം ഒരു കഠിന മനുഷ്യനാണെന്നുള്ള ഒരു ഭയമാണ്. സ്നേഹം അവനില്ലായിരുന്നു. His fear toward the master was not out of love, but out of punishment. അല്ലെങ്കിൽ അവന്റെ യജമാനനോടുള്ള ഭയം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതല്ല, മറിച്ച് യജമാനൻ ഒരു കഠിന ഹൃദയന, അവൻ ശിക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നൊരു മനോഭാവമായി. കർത്താവുമായി ശരിയായ ഒരു ബന്ധമില്ലാതിരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തെ അനുസരിക്കുവാനോ വിശ്വസ്തത പുലർത്തുവാനോ നമുക്ക് സാധിക്കുകയില്ല. അത് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ, ഏത് നിലയിലായിരിക്കുന്നത്? എനിക്ക് ദൈവത്തോട്, കർത്താവിനോട് വിശ്വസ്തത പുലർത്തണമെങ്കിൽ കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധം ശരിയായ നിലയിലായിരിക്കണം. നമുക്കറിയാം, ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തും. അതുപോലെ തന്നെ ഏത് ദൈവ പൈതലാണ് കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നത്? the believer who loves God, who loves the Lord. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദാസന് മാത്രമേ കർത്താവിനെ അനുസരിക്കുവാനും
വിശ്വസ്തത പുലർത്തുവാനും സാധിക്കില്ല. അപ്പൊ രണ്ടാമത്തെ ഈ അവിശ്വസ്തരുടെ രണ്ടാമത്തെ കാര്യം, ഒന്ന്, അവർ വേല അറിഞ്ഞു പക്ഷെ അനുസരിച്ചില്ല. രണ്ട്, അവർക്ക് യജമാനുമായി ശരിയായ ഒരു ബന്ധം ഇല്ലായിരുന്നു. മൂന്ന്, അവിശ്വസ്ത ദാസന്മാർ വലിയ നഷ്ടങ്ങൾ വരുത്തുന്നവരാണ്. അവിശ്വസ്തത നഷ്ടങ്ങൾ അവർക്ക് കൊണ്ടുവന്നു. അനേക നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ അക്കമിട്ടൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, യജമാനു വേണ്ടി വേല ചെയ്യുവാനുള്ള നല്ല സമയം അവർ പാഴാക്കി കളഞ്ഞു. അവർക്ക് ഒന്നാമത് നഷ്ടമായത്, അവർക്കുണ്ടായ നഷ്ടങ്ങൾ, ഒന്നാമത്തെ നഷ്ടം, they lost the time when they can work for their master. അവരുടെ യജമാനു വേണ്ടി വർക്ക് ചെയ്യാൻ ലഭിച്ച നല്ലൊരു സമയമുണ്ടായിരുന്നു. ഞാൻ മടങ്ങി വരുവോളം നിങ്ങൾ ബിസിനസ് ചെയ്യുവിൻ, വ്യാപാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ആ കാലയളവിലായിരുന്നു അവർ വേല ചെയ്യേണ്ടത്, അവർ ചെയ്തില്ല. പ്രിയരെ, കർത്താവിന് മടങ്ങി വരവനായി കാത്തിരിക്കുന്നവരാ നാം എല്ലാവരും. ഇപ്പോഴാണ് നാം വേല ചെയ്യേണ്ടുന്ന സമയം, നോട്ട് ആഫ്റ്റർ ഹിസ് കമ്മിങ്. കർത്താവ് വന്നതിന് ശേഷം അയ്യോ ഞാൻ കുറച്ചുകൂടെ അധ്വാനിച്ചിരുന്നത് കൊള്ളായിരുന്നു, ഇല്ല. നാം കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനും കർത്താവിന് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചതൊക്കെ ചെയ്യുവാനും ഒക്കെ നമുക്ക് സമയം ഇപ്പോഴാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവർ എന്താ നഷ്ടമാക്കി? അവിശ്വസ്തര് നഷ്ടമാക്കിയത് ഒന്ന്, അവരുടെ നല്ല സമയം, വേല ചെയ്യേണ്ട നല്ല സമയം അവർ നഷ്ടമാക്കി. രണ്ട്, they lost the pound. അവരെ ഏൽപ്പിച്ച റാത്തൽ നഷ്ടമായി. ഇവിടെ ഒരു റാത്തൽ നേടിയവൻ, ഏൽപ്പിച്ചവൻ, അവൻ അത് തിരിച്ചു, ഇതാ കർത്താവെ നിന്റെ റാത്തൽ എന്ന് പറഞ്ഞ് മടക്കി കൊടുത്തു. അത് അവന്റെ നിന്ന് വാങ്ങി മറ്റവന് കൊടുത്തു. ഞാൻ പറയട്ടെ, ഏൽപ്പിച്ചത് ഉപയോഗിക്കുവാൻ അയോഗ്യനാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് അവൻ തെളിയിക്കുക. അതുകൊണ്ട് അവന് കൊടുത്തത് തിരികെ വാങ്ങി. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നാം വിശ്വസ്തയോടെ ചെയ്യുന്നില്ല എങ്കിൽ അത് പ്രയോജനമില്ലാത്തതായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മെ ഏൽപ്പിച്ചതിൽ നാം അയോഗ്യരെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കും. മൂന്ന്, they lost the reward. അവരുടെ പ്രതിഫലം അവർ നഷ്ടമാണ്. അവർക്ക് യാതൊരു പ്രതിഫലങ്ങളും അവിടെ ലഭിക്കുന്നില്ല. പ്രിയരെ, കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു നാൾ നമുക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. നാം വിശ്വസ്തരായിട്ടാണോ ആയിരിക്കുന്നത്, അവിശ്വസ്തരായിട്ടാണോ ആയിരിക്കുന്നത്? വിശ്വസ്തരെ സംബന്ധിച്ചിടത്തോളം നാം കണ്ടു അവരുടെ പ്രത്യേകത. അവരുടെ ഉത്തരവാദിത്വം എന്തെന്നറിഞ്ഞു, അത് പ്രവർത്തിച്ചു, അവർക്ക് പ്രതിഫലവും ഉണ്ടായിരുന്നു. അവിശ്വസ്തരായി തുടർന്നാൽ എന്താ നാം വായിക്കുന്നത്? അവർ ഉത്തരവാദിത്വം എന്തെന്നറിഞ്ഞു പക്ഷെ അവരനുസരിച്ചില്ല. രണ്ട്, അവർക്ക് കർത്താവുമായി ശരിയായ ബന്ധമില്ലാത്തത് കൊണ്ടാണ്. മൂന്ന്, അവർ നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുത്തുകയാണ്. അവരുടെ സമയം നഷ്ടമാക്കി, അവർക്ക് ലഭിച്ച കഴിവുകൾ നഷ്ടമാക്കി, അവർക്ക് ലഭിക്കേണ്ട പ്രതിഫലം അവർ നഷ്ടമാക്കി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഏത് കൂട്ടത്തിലാണ്? നാം വിശ്വസ്തരാണോ അവിശ്വസ്തരാണോ? കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. നമുക്ക് വേഗത്തിൽ ഒരു ഉപമയോടെ ചിന്തിച്ച് നമ്മുടെ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഒരല്പം വേഗതയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന് 23 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരാം. അവിടെയാണ് കർത്താവ് പറഞ്ഞു മറ്റൊരു ഉപമയിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 23 till 35. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഉപമ വായിക്കുന്നത്. മുഴുവൻ വാക്യങ്ങൾ വായിക്കുന്നില്ല. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് തന്നെ പിന്നീട് വായിക്കാവുന്നതാണ്. എന്നാൽ പ്രാരംഭ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്നവനോട് പറഞ്ഞു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുമ്പോഴും അവനെ തടവിൽ ആക്കി വെച്ചു. ഇനി 35 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുദാസന്മാർ ചെന്ന് രാജാവിനോട് ഈ വാർത്ത അറിയിച്ചു. രാജാവ് വീണ്ടും ഇവനെ പിടിച്ച് ഇവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്ക് വായിക്കാം.
അപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഉപമ പറയുന്നത്? നാം ചിന്തിച്ചു. ഓരോ ഉപമയും കർത്താവ് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കർത്താവ് ഈ ഉപമ പറഞ്ഞു? 18-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. അത് 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. ആ അവരുടെ ഇടയിലെ ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചോദ്യം കർത്താവിനോട് അവർ ചോദിക്കുക. കർത്താവ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ? സ്വർഗരാജ്യത്തിൽ ആരാണ് ഞങ്ങളിൽ വലിയവൻ? കർത്താവ് അതിന് ഉത്തരം നൽകാതെ, നമുക്കറിയാം, നേരിട്ട് ഉത്തരം നൽകാതെ ഒരു ശിശുവിനെ വിളിച്ചിട്ട് ആ ശിശുവിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കിയില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു ശിശുവിന്റെ സ്വഭാവം എന്താണ് നമുക്കറിയാം? താഴ്മയാണ്, താഴ്മ. അപ്പോൾ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് താഴ്മയെ കുറിച്ച് പറയുന്നുണ്ട്. താഴ്മ. അപ്പോൾ ഏറ്റവും താഴ്മയുള്ളവനാകണം എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയുള്ള, അപ്പോൾ വലിയവൻ ആരെന്ന് കർത്താവ് പറഞ്ഞില്ല, മറിച്ച് ശിശുവിനെ വിളിച്ച് അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണ്. അതിനുശേഷം ഈ താഴ്മയെക്കുറിച്ച് പറഞ്ഞു വന്നതിന് ശേഷം 15 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു വിഷയത്തിലേക്ക് കർത്താവ് കടക്കുകയാണ്. അത് നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീ അവന് മാത്രമുള്ളപ്പോൾ പ്രശ്നം തീർക്കുക. അപ്പോൾ ഒരു പ്രശ്ന പരിഹാര രീതി കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ നീ ഒരുവനുമായിട്ട് ഉണ്ടെങ്കിൽ അവന്റെ അടുക്കൽ ചെന്ന് വ്യക്തിപരമായി സംസാരിച്ച് തീർക്കുക, അങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ 2 or 3 പേരെ സഭയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ ആ പ്രശ്ന പരിഹാര രീതികൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്. പലപ്പോഴും ഈ രീതികളൊന്നും പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടുള്ള ഈ പ്രശ്ന പരിഹാര രീതികളൊന്നും നടക്കുന്നില്ല എന്നത് മറ്റൊരു, അല്ലെങ്കിൽ നടപ്പാക്കുവാൻ പലർക്കും മനസ്സില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കർത്താവ് ഇവിടെ രീതികൾ പറയുന്നുണ്ട്. ആദ്യം തനിയെ ചെന്ന് പ്രശ്നം പരിഹരിക്കുക. അത് സാധിച്ചില്ല എങ്കിൽ 2 or 3 പേരെ കൂട്ടിക്കൊണ്ടു പോവുക. അതും സാധിച്ചില്ലെങ്കിലാണ് ഒരു സഭയിലേക്ക് അഭിഷേകം കൊണ്ടുവരിക എന്നത്. അപ്പോൾ അതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുക. 21-ാം വാക്യം. അപ്പോൾ പത്രോസ് അവൻ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പത്രോസ് ഒരു ചോദ്യം കർത്താവിനോട് ചോദിച്ചു. കർത്താവേ, ഒരുവൻ എന്നോട് പിഴച്ചാൽ, എന്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം പത്രോസ് ചോദിക്കുമ്പോൾ ഓർക്കണം, ഹി വാസ് ബീങ് എ വെരി ജനറസ് പേഴ്സൺ. പത്രോസ് അവനൊരു വളരെ ഒരു ജനറസ് ആയിട്ടാണ് ഇവിടെ സംസാരിക്കുക. കാരണം പരീശന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഒരുവൻ നിന്നോട് പിഴച്ചാൽ നീ 3 വട്ടം ക്ഷമിച്ചാൽ മതി. 1 തവണ ക്ഷമിച്ചു, 2 തവണ ക്ഷമിച്ചു, 3 വട്ടം ക്ഷമിച്ചാൽ മതി. സോ 3 വട്ടം കഴിഞ്ഞ് ഒരുവൻ വീണ്ടും നിന്നോട് ദോഷം ചെയ്താൽ, അല്ലെങ്കിൽ നിന്നോട് പിഴച്ചാൽ, നീ പിന്നീട് അവനോട് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ഇതാ പരീശന്മാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ബട്ട് പീറ്റർ ഈസ് ബീങ് വെരി ജനറസ്. പീറ്റർ ഇവിടെ വളരെ ഒരു തുറന്ന മനസ്സോടുകൂടെ കർത്താവിനെ അടുക്ക് വന്നു. കർത്താവേ, 3 അല്ല കേട്ടോ, 7 വട്ടം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാ. 7 വട്ടം മതിയോ? കർത്താവിന്റെ മറുപടി എന്താ? 70 വട്ടം. ഈ 7 വട്ടം തന്നെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് കഷ്ടമാണ്, അല്ലെ? ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തു, ക്ഷമിച്ചു. അപ്പൊ നമ്മൾ എഴുതി വെക്കണം. 1, 2, 3, 4. 4 നമുക്ക് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷെ 7 വട്ടം എന്ന് വരെ പത്രോസ് പറഞ്ഞു. 7 വട്ടം വരെ എഴുതി വെക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞു 7 അല്ല, 70 വട്ടം. എന്ന് വെച്ചാൽ അതിന് എണ്ണമൊന്നുമില്ല. നീ എണ്ണി വെക്കാനൊന്നും പറ്റത്തില്ല. എത്ര വട്ടം ഉണ്ടോ അത്രയും പ്രാവശ്യം ക്ഷമിക്കുവാനുള്ളൊരു മനോഭാവം നമുക്ക് വേണം. അദ്ദേഹം മാനസാന്തരപ്പെട്ട് അവർ തെറ്റേറ്റു പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ തെറ്റ് മനസ്സിലാകുമ്പോൾ നമ്മെ സംബന്ധിച്ചോ എന്താ നമ്മുടെ മനോഭാവം? ക്ഷമിക്കുവാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കും. കേവലം വരുന്നു ഒരാളെ ക്ഷമിച്ചു വിടുക, വാഗൊണ്ട് ക്ഷമിച്ചു വിടുക എന്നതോ ഒന്നുമല്ല. ക്ഷമിക്കുവാനുള്ളൊരു മനോഭാവം അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരണമെന്ന് കർത്താവ് ഇവിടെ പറയുക. ഇനി ഒരു കാര്യം ഓർക്കണമേ, ഈ പത്രോസ് ചോദിക്കുമ്പോൾ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പത്രോസ് നമ്മുടെ അതേ രീതിയൊക്കെ തന്നെയാണല്ലോ. പത്രോസ് ഇവിടെ കർത്താവിനോട് ചോദിക്കുന്ന ഇങ്ങനെ, കർത്താവേ, സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം ഞാൻ ക്ഷമിക്കണം? അപ്പൊ പത്രോസ് പറയുന്നില്ല, സഹോദരൻ എന്നോടേ പിഴയ്ക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ എന്റെ ഭാഗത്ത് ഒരു പ്രശ്നവും ഇല്ല, എന്നോടേ ഉള്ളു കുഴപ്പം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ വളരെ ശരിയായിട്ട്, എനിക്ക് അങ്ങനെ വലിയ തെറ്റൊന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെ നമ്മുടെ മനോഭാവമാണ്. എന്റെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല, പ്രശ്നം മുഴുവൻ മറുവശത്താണ്. അപ്പൊ പത്രോസ് ചോദിക്കും, കർത്താവേ,
സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് ഒരു തെറ്റ് ചെയ്താലെന്നൊന്നും അല്ല, ഉദാഹരണം പറയുമ്പോൾ പോലും എന്നോട് പിഴച്ചാലെന്നാണ് പറയുന്നത്. മുമ്പോട്ട് വരാം. അപ്പോൾ കർത്താവ് ആ പത്രോസിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതിന് ശേഷം ഈ ഉപമ പറയുകയാണ്. ക്ഷമിക്കുന്ന ഒരു രാജാവിന്റെ ഉപമ ഇവിടെ പറയുക. ഇവിടെ നാം വായിക്കുന്നു, ഒരു രാജാവിന് വലിയ കടം കൊടുക്കാൻ, അല്ലെങ്കിൽ കടംപെട്ടിരുന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. അവൻ എത്രയാണ് രാജാവിന് കടംപെട്ടിരുന്നത്? 10,000 താലന്ത് കടംപെട്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10,000 താലന്ത്, അതൊരു വലിയ തുകയായിരുന്നു. 10,000 താലന്ത്, ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ ആ നാളിൽ കർത്താവിന്റെ ആ കാലഘട്ടത്തിൽ ഒരു അടിമയെ വാങ്ങുവാൻ ഒരു താലന്ത് മതി. ഒരു താലന്ത് ഉണ്ടെങ്കിൽ ഒരു അടിമയെ വാങ്ങും. അങ്ങനെയെങ്കിൽ ഓർക്കണം, ഈ രാജാവിനോട് ഈ ദാസൻ എത്ര കടംപെട്ടിരിക്കുന്നത്? 10,000 ദാസന്മാരെ വാങ്ങുവാൻ, 10,000 അടിമകളെ വാങ്ങുവാനുള്ള അത്രയും ആണ് ഇവൻ രാജാവിനോട് കടപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് ഒരു കണക്ക് പറയുന്നത്, ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ ഒരു ദാസൻ യജമാനന് 20 വർഷം വേല ചെയ്യുന്നതാണ്. വേല ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലിയാണ് ഒരു താലന്ത്. 20 വർഷം. അപ്പൊ ഓർക്കണം, 10,000 താലന്ത് എന്ന് പറയുമ്പോൾ ഇവൻ എത്ര കടപ്പെട്ടിരിക്കുന്നത്? 20 വർഷം ഇൻറ്റു 10,000. അത്രയുമാ. എന്ന് വെച്ചാൽ അവനെ കൊണ്ട് ഒരു കാലത്തും വീട്ടാൻ കഴിയുകയില്ല. അത്രയും കടമാണ് ഇവൻ രാജാവിനോട് വരുത്തി വെച്ചിരിക്കുന്നത്. എന്നാൽ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇവനെയും ഇവരുടെ ഭാര്യയും മക്കളെയും ഒക്കെ ജയിലിൽ അടച്ചു കളയാൻ ഇവിടെ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഇവൻ രാജാവിന് മുമ്പിൽ വന്നുകൊണ്ട് വീണ് നമസ്കരിച്ച് പറയുന്നത് ഇങ്ങനെയാ: യജമാനനെ, എന്നോട് ക്ഷമ തോന്നണം, ഞാൻ സകലം തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനോട് മനസ്സലിഞ്ഞ് രാജാവ് ഇവനെ ക്ഷമിച്ചു വിടുകയാണ്. ഇതാണ് ഇവിടുത്തെ കർത്താവ് പറയുന്ന ഉപമ. അപ്പോൾ ഓർക്കണം, ഒരു കാരണവശാലും ഇവനെ കൊണ്ട് ഈ കടം തീർക്കാൻ കഴിയത്തില്ല. ഇവൻ പക്ഷേ പൊള്ളയായ വാക്കുകളൊക്കെ രാജാവിനോട് പറയുന്നുണ്ട്. രാജാവേ, യജമാനെ, ഞാൻ സകലവും തന്നു തീർക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവന്റെ ജീവിതകാലത്തിൽ ഇവൻ ഒരു പക്ഷേ ഒരു 40 വയസ്സുണ്ടെന്ന് വിചാരിക്കാം. 40 വയസ്സുണ്ടെങ്കിലും 20 വർഷം ഇവൻ വേല ചെയ്താലേ ഒരു താലന്താവുകയുള്ളൂ. ഇവൻ പറയുന്ന വാക്കെന്താ? യജമാനൻ, ഞാൻ മുഴുവനും തന്നു തീർക്കാം. ഇവൻ എന്തേലും ഒക്കെ തരാമെന്നല്ല പറയുന്നത്, സകലവും തന്നു തീർക്കാമെന്ന്. പക്ഷെ ഇവന്റെ ഈ പൊള്ളയായ വാക്കൊന്നും ഈ രാജാവ് കണക്കെടുത്തില്ല. രാജാവ് അവനെ പൂർണ്ണമായും ക്ഷമിച്ച് ഇവനെ വിടുക. അപ്പോൾ ഇവന് ലഭിച്ചിരിക്കുന്ന ക്ഷമ എന്ന് പറയുന്നത് അത് സൗജന്യമായിട്ട് ലഭിച്ചിരിക്കുക. ഈ വാസ് forgiven freely. ഇവൻ ഒരു ചെലവ് ഇവിടെ വന്നില്ല. ഇവന് സൗജന്യമായി രാജാവ് ഇവനെ ക്ഷമിച്ച് അയക്കുകയാണ്. അപ്പോൾ രാജാവ് പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഇവനെ സൗജന്യമായി ഇത്രയും വലിയൊരു കടബാധ്യത ഇവനെ ക്ഷമിച്ച് ഇവനെ വിടുമ്പോൾ, ഇവൻ ഒരിക്കലും അടച്ചു തീർക്കാൻ കഴിയാത്ത വലിയ കടമുള്ളവനായിരുന്നു ഇവൻ. ഇവനെ ക്ഷമിച്ച് വെറുതെ ഇവനെ വിടുകയാണ്. ഇപ്പൊ രാജാവ് പ്രതീക്ഷിച്ചു ഇവൻ പുറത്തേക്ക് വരുമ്പോൾ ഇവൻ വളരെ സന്തോഷത്തോടെ പുറത്തോട്ട് വന്നിട്ട് ഇവൻ ആളുകളിലേക്ക് മുമ്പിൽ വന്നിട്ട് ഇവൻ ഒരു പുതു മനുഷ്യനായി, അല്ലെങ്കിൽ ഈ രാജാവ് തന്നോട് കാണിച്ച ഈ വലിയ കാര്യത്തെ കുറിച്ചൊക്കെ പറയും എന്നൊക്കെയാ രാജാവിന്റെ പ്രതീക്ഷ. പക്ഷെ എന്താ വായിക്കുന്നത്? ഇവൻ പുറത്തേക്ക് ഇത്രയും കടമൊക്കെ ക്ഷമിച്ച് ഇവൻ പുറത്തേക്ക് വന്നു. വരുമ്പോഴിതാ ഇവനോട് 100 വെള്ളിക്കാശ് കടംപെട്ട ഇവന്റെ ഒരു കൂട്ടു സഹോദരനെ ഇവൻ കാണുകയാണ്. അന്നേരം ഇവനെ പിടിച്ചു. നാം വായിക്കുന്നത് എങ്ങനെയാ? അവന്റെ കൊങ്ങായിക്ക് പിടിച്ച്, അല്ലെ അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയെന്നാ വായി. ഇവൻ ഇത്രയും വലിയൊരു കടം ഇവനോട് ക്ഷമിച്ച് രാജാവ് പുറത്തേക്ക് വിട്ടിരിക്കുക. ഇവൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോ ഇവനോട് 100 വെള്ളിക്കാശ്. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ, ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്നത് ആ കാലത്ത് ഒരു ദിവസത്തെ കൂലിയാണ്. എങ്ങനെ വെച്ചാൽ ഒരു 100 ദിവസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ ഒരാളുടെ കൂലിയാണ് ഈ 100 വെള്ളിക്കാശ്. ഇത് കൊടുക്കാനുള്ള ഒരു കൂട്ടുദാസനെ അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കുകയാണ്. അപ്പോൾ ഇവന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ നമുക്ക് ഇവിടെ കാണാം. ക്ഷമിക്കപ്പെട്ട് പുറത്തേക്ക് വന്ന ഈ ദാസനെ എടുത്ത് ഈ ഉപമയിലൂടെ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുക. 3 കാര്യങ്ങൾ, ക്ഷമയുടെ 3 തലങ്ങൾ നമുക്കിവിടെ കാണാം. ക്ഷമയുടെ 3 തലങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ദാസൻ രാജാവ് ഇവനെ ക്ഷമിച്ചു വിട്ടു. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഈ ദാസനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ക്ഷമ സ്വീകരിച്ചവനാണ്. ഹി റിസീവ് ദ ഫൊർഗീവ്നെസ്. ഇവൻ രാജാവിന്റെ പക്കൽ നിന്നും ക്ഷമ സ്വീകരിച്ചവനാ. 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. അപ്പോൾ ഇവനെ വിട്ടയച്ചു, ഇവനെ സൗജന്യനാക്കി, സ്വതന്ത്രനാക്കി വിട്ടു. അപ്പോൾ ഇതൊക്കെ ഇവന് ലഭിച്ചു. ഇവൻ ഇതൊക്കെ ലഭിച്ചവനാണ്.
ഒരു കാര്യം ഓർക്കണം, രാജാവ് ഇത് ക്ഷമിച്ചു വിട്ടു, പക്ഷേ അത് വിലയില്ലാത്ത ഒന്നല്ലായിരുന്നു. രാജാവിന് വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. രാജാവ് വലിയൊരു വില കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 10,000 താലന്ത്, 10,000 ദാസന്മാരുടെ വിലയുണ്ട്. ഇവര് സൗജന്യമായി ഇവനെ വിട്ടയക്കും. ഇവന് സൗജന്യമായിട്ട് ആ കടം ഇളച്ചു. അപ്പൊ രാജാവിന് നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ രാജാവ് ഒന്നും കണക്കിലെടുക്കാതെ ഇവനെ സൗജന്യമായിട്ട് വിട്ടയക്കും. പ്രിയരെ, ഒരു ആത്മീയ ഇതിനോട് ബന്ധത്തിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം. നമ്മോടുള്ള ബന്ധത്തിലും നാം ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പകരം വെക്കുവാൻ കഴിയാത്ത നിലയിൽ നാം ദൈവത്തോട് അകന്നുപോയവർ. ദൈവത്തോട് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില നൽകുവാനോ ആർക്കും ഒരു നാളും കഴിയുകയില്ലായിരുന്നു. ദാറ്റ്സ് സംതിങ് വിച്ച് വാസ് ഇംപോസിബിൾ. അസാധ്യമായിരുന്ന കാര്യം. നമുക്ക് പാപക്ഷമ എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ക്രിസ്തുവേശുവിൽ കൂടെ വലിയ വില കൊടുത്ത് പറഞ്ഞു തീരാത്ത ദാനമായ ക്രിസ്തുവേശുവിനെ നൽകി തന്ന് നമ്മെ സൗജന്യമായി ക്ഷമിച്ചു. നമ്മുടെ പാപം നമ്മോട് ക്ഷമിച്ചു. നമ്മോടുള്ള ബന്ധത്തിൽ ഈ ദാസനെ പോലെ നമുക്ക് പറയാം, നമ്മെ സൗജന്യമായി, നമ്മുടെ ഈ ദാസൻ പറഞ്ഞ വാചകമൊക്കെ നമുക്കറിയാമല്ലോ, തന്നു തീർക്കാം യജമാനെ, ഇവനെ ഇവിടെ നടപ്പാവുകയില്ല. നാം ഒരു കാലത്ത് പല വഴികളിലൂടെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, ഇല്ല, സൗജന്യമായി സ്വന്തം പുത്രനെ നൽകി തന്ന ദൈവം നമ്മെ പാപക്ഷമ നമുക്ക് നൽകി, നമ്മെ സൗജന്യമായി ക്ഷമിച്ചിരിക്കുക, നിത്യജീവൻ നമുക്ക് നൽകി, നിത്യരക്ഷ നമുക്ക് നൽകി. ഇനി നാം വരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരാം. ഈ ക്ഷമയുടെ രണ്ടാമത്തെ തലം. ഇവിടെ ഈ ദാസൻ ക്ഷമ സ്വീകരിച്ചു, അവൻ പുറത്തേക്ക് വന്നു. പക്ഷേ അവന്റെ കൂട്ടു സഹോദരനോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല. അവന് 100 വെള്ളിക്കാശ് കടംപെട്ടവനെ കണ്ടപ്പോൾ അവന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി, അല്ലെങ്കിൽ അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവൻ ക്ഷമ സ്വീകരിച്ചു, പക്ഷെ ഈ ക്ഷമ അവൻ അനുഭവിച്ചിട്ടില്ല. ഹി റിസീവ്ഡ് ദ ഫൊർഗീവ്നെസ് ബട്ട് ഹി നെവർ എക്സ്പീരിയൻസ് ദാറ്റ്. അത് അവൻ അനുഭവവേദ്യമാക്കിയില്ല അവരുടെ ജീവിതത്തിൽ. ഈ യജമാൻ, ഈ രാജാവ് ഇവനെ ക്ഷമിച്ചു വിടുമ്പോൾ രാജാവ് പ്രതീക്ഷിച്ചത് എന്താ? ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹി വിൽ ബി എ ഗുഡ് മാൻ. ഇവൻ ഒരു നല്ല മനുഷ്യനായിരിക്കും, ഇവൻ നല്ല സ്നേഹമുള്ളവനായിരിക്കും, ഇവൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനായിരിക്കും. ഈ രാജാവ് തന്നോട് കാണിച്ച സ്നേഹവും കരുണയും ക്ഷമയും ഒക്കെ ഇവൻ മറ്റുള്ളവരോട് കാണിക്കുമെന്ന് ഈ രാജാവ് പ്രതീക്ഷിച്ചു. പക്ഷേ ഇവൻ എങ്ങനെയാ പുറത്തേക്ക് വരുന്നത്? എന്തോ മിടുക്കുകൊണ്ട് എനിക്ക് ലഭിച്ചു എന്ന മട്ടിലായി ഈ ദാസൻ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് അവനൊരു പക്ഷെ പുറത്തിറങ്ങിയപ്പോ ഇങ്ങനെ പറഞ്ഞു കാണും, രാജാവൊക്കെ എന്റെ കയ്യിൽ ഒതുങ്ങും, കാരണം എന്റെ വാക്കുകളിലൊക്കെ രാജാവ് വീണുപോയി. സത്യം പറഞ്ഞ രാജാവ് ഇതുകൊണ്ടൊന്നുമല്ല, ഇവന്റെ ബലഹീനത കണ്ട് ഇവനെ ക്ഷമിച്ചു വിട്ടതാ. പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ ഇവൻ നല്ലവനാകുമെന്ന പ്രതീക്ഷ, കുറച്ചുകൂടെ മെച്ചമുള്ളവനാകുന്ന, പക്ഷേ അവൻ അതൊന്നും അനുഭവിച്ചില്ല. പ്രിയരെ, ദൈവം നമ്മെ ക്ഷമിച്ചു, നമ്മുടെ പാപം നീക്കി, നമ്മെ പുതുമനുഷ്യരാക്കി തീർത്തു. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവവേദ്യമാക്കുന്നുണ്ട്. എങ്ങനെ അനുഭവവേദ്യമാക്കാം? ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം മെച്ചമുള്ളവരായി ജീവിക്കണം, കർത്താവിന് പ്രയോജനമുള്ളവരായി ജീവിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള മനസ്സുള്ളവരായി ജീവിക്കണം. ഇവൻ അധികം ക്ഷമയുള്ളവനാകണമെന്നാണ് ഈ യജമാനൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവരൊന്നും അങ്ങനെ ആയിത്തീർന്നു. ഇതാണ് ഒരുപക്ഷെങ്കിൽ നമ്മൾ ചിലരെക്കുറിച്ചുള്ള ദൈവത്തിന് വരുത്തുന്ന ഒരു വിഷമം, ദുഃഖവും അത് തന്നെയായിരിക്കാം. നമ്മെ വീണ്ടെടുത്തു, ദൈവമക്കളാക്കി തീർത്തു, പക്ഷെ നാം ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിൽ, നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ നാം ആകുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി നാം തീരുകയാണ്. നാം കുറേയും കൂടെ നല്ലവരാകണം. കുറേയും കൂടെ, കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ, നാം ഇന്നായിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല മനുഷ്യരായി നാളെ ആയിത്തീരണം. കുറച്ച് ഈ രാജാവിന്റെ സ്വഭാവമുള്ളവരായി തീരണമായിരുന്നു ഈ ദാസൻ. നമ്മുടെ കർത്താവിന്റെ സ്വഭാവമുള്ളവരായി തീരണം. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അവിടെ വായിക്കുന്നത്, റോമാലേഖനം 8-ാം അധ്യായത്തിൽ, സകലവും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. All things work together for good to those who love him. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നാം പലപ്പോഴും ഈ വാക്യം എടുത്ത് പറയുന്നത് എന്തിനുള്ള ബന്ധത്തിലാണ്? ഭൗതികപരമായ പല കാര്യങ്ങളും
നമുക്ക് ലഭിക്കുന്നതിനുള്ള ബന്ധത്തിനാ. അതിൽ തെറ്റൊന്നുമല്ല. എങ്കിലും ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഭൗതികത്തെ കുറിച്ച് പറയുന്നതല്ല. നമുക്കറിയാം, അതിന് തുടർന്നുള്ള വാക്യത്തിലേക്ക് വരുന്ന വായിക്കുന്നു, ആ ആ ക്രിസ്തു മുന്നെറിഞ്ഞവരെ നീതീകരിച്ചും ആ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. എന്തിനെന്നാ അവർ പറഞ്ഞിരിക്കുന്നത്? തന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കുവാൻ. അപ്പൊ എന്താ ആ വാക്യത്തിൽ പറഞ്ഞു വരുന്നത്? നമ്മെ എന്തിനാ മുന്നറിഞ്ഞത്? എന്തിനാ നമ്മെ മുൻ നിയമിച്ചത്? എന്തിനാ നമ്മെ നീതീകരിച്ചത്? എന്തിനാ നമ്മെ തേജസ്കരിച്ചു ഇരിക്കുന്നത്? സോ ദാറ്റ് വി മൈറ്റ് ബിക്കം ലൈക്ക് ഹിസ് സൺ. പുത്രനെ പോലെ ആയി തീരുവാൻ വേണ്ടി, കർത്താവിനെ പോലെ ആയി തീരുവാൻ വേണ്ടി. ആ നന്മയാണ് നമുക്കൊരു രോഗം വരുന്നത്, നമുക്കൊരു പ്രശ്നം വരുന്നത്, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇതെങ്ങനെ നന്മയാകുന്നത്? മാനുഷികപരമായി പറഞ്ഞാൽ അതൊരു നന്മയാണോ? എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഒരു പ്രയാസം വന്നു, അതൊരു നന്മയാണോ? ഇവിടെ പറയുക സകല നന്മയെന്ന്. ജോലി ലഭിക്കുന്ന നന്മയെന്നല്ല, സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന നന്മയെന്നല്ല, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന നന്മ, അതും നന്മയാണ്. അതില്ലാതിരിക്കുമ്പോഴും അതും നന്മയാണ്. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? ചിലതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതാണോ? അല്ല, സകലവും നന്മയ്ക്കായി കൂടി. ഓൾ തിങ്സ് വർക്ക് ടുഗദർ. എന്താ ഈ ഓൾ? അതിനകത്ത് എല്ലാം ഉണ്ട്. രോഗവുമുണ്ട്, പ്രശ്നമുണ്ട്, ജോലിയില്ലായ്മയുണ്ട്, ജോലി ഉള്ളതുമുണ്ട്, ആരോഗ്യമുള്ളതുമുണ്ട്, സമ്പത്തുള്ളതുമുണ്ട്, സമ്പത്തില്ലായ്മയുണ്ട്, എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡാ. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ്. എന്താ ഗുഡ്? എന്താ നന്മ എന്ന് പറയുന്നത്? സോ ദാറ്റ് വി മൈറ്റ് ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുക, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുക. ഇതാണ് ആ നന്മ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഈ രാജാവ് ഇവനെ ശപിച്ചു വിട്ടപ്പോൾ ഇവൻ വിചാരിച്ചു, രാജാവ് വിചാരിച്ചു ഇവൻ രാജാവിന്റെ സ്വഭാവം കാണിക്കുമെന്ന്. പക്ഷെ ഇവൻ രാജാവിന്റെ സ്വഭാവം അല്ല കാണിക്കും. പ്രിയരെ, കർത്താവ് നമ്മെ ക്ഷമിച്ച് സ്വന്തം രക്തം നൽകി, സ്വന്തം ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്ത്, നമ്മെ പുതുമനുഷ്യരാക്കി തീർത്ത് കർത്താവിന്റെ സ്വഭാവം ഉള്ളവരാകണമെന്നുള്ള ഉത്തരവാദിത്വം നൽകി നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നാം അത് ഉണ്ടാവുന്നില്ല എങ്കിൽ, നമ്മെ തെരഞ്ഞെടുത്തത്, നമ്മെ വീണ്ടെടുത്തത്, നമ്മെ ഈ ഭൂമിയിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവജനമാക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം വിട്ടുകളഞ്ഞ് നാം ജീവിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കുക. അപ്പൊ രണ്ടാമത്തെ തലം: ഒന്ന്, ക്ഷമ സ്വീകരിക്കുക; രണ്ട്, ക്ഷമ അനുഭവിക്കുക; മൂന്ന്, ഷെയറിംഗ് ദ ഫൊർഗീവ്നെസ്, ക്ഷമ പങ്കുവെക്കുക. ഇവൻ പുറത്തേക്ക് വന്ന് ഇവനോട് 100 വെള്ളിക്കാശ് കടംപെട്ട കൂട്ടു സഹോദരനെ കണ്ടപ്പോ ഇവൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇവൻ ഈ രാജാവ് ചെയ്തതാ അതേ ക്ഷമ ഇവനോട് പകരുകയായിരുന്നു ചെയ്യുന്നത്. എന്നാൽ ഇവൻ അതല്ല ചെയ്തു. ക്ഷമ പങ്കിടുവാൻ അവന് സാധിച്ചില്ല. പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, 7 വട്ടം ഞാൻ ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് പറയുക, 7 അല്ല, 70 വട്ടം. ഇത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിനക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയുകയില്ല. നീ ക്ഷമ സ്വീകരിച്ചവനാണ്. അതുകൊണ്ട് എപ്പോഴും ക്ഷമിക്കുവാനുള്ള മനോഭാവം, ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഞാൻ വേഗം ഇത് സമയവും അവസാനിക്കുന്നതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ദാസൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നാം വായിക്കുന്നു, ഈ ദാസൻ അവന്റെ കൂട്ടുദാസനോട് ക്ഷമിക്കാതിരുന്നത് കൊണ്ട് എന്ന് ഇവന് ഭവിച്ചത്, ഇവനെ രാജാവ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഇവനെ പിടിച്ച് തടങ്കിലാക്കി, ദണ്ഡിപ്പിക്കുന്ന കരങ്ങളിൽ ഏൽപ്പിച്ചു, തടവിലാക്കി എന്ന് നമ്മോട് വായിക്കുന്നു. പ്രിയരെ, പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരാളോട്, നമ്മുടെ സഭയിലുള്ളവരായിരിക്കാം, നമ്മുടെ അയൽപക്കത്തുള്ളവരായിരിക്കാം, ആരോടുമാകട്ടെ, ഇന്നയാളോട് ഞാൻ ക്ഷമിക്കാതിരുന്നാൽ എനിക്ക് വലിയ നേട്ടം ഉണ്ടായെന്നാണ് നമ്മൊക്കെ ചിന്തിക്കാറുള്ളത്. ഇന്ന സഹോദരനോട്, ഇന്ന സഹോദരിയോട്, ഇന്ന ആളോട്, അയാളോട് പിണങ്ങി തന്നെ മുന്നോട്ട് ഞാൻ പോകുകയാണ്. അപ്പൊ നമ്മുടെ വിചാരം എന്താണ്? നാം ചിന്തിക്കുന്നത്, ഇന്ന ആളോട് ക്ഷമിക്കാതിരിക്കുന്നതിലൂടെ എനിക്ക് എന്തോ ഗുണമുണ്ടാകുന്നു. ആക്ച്വലി കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ കൂട്ടു സഹോദരനോടും കൂട്ടു സഹോദരിയോടും നമ്മുടെ കൂടെ ഉള്ളവരോടൊക്കെ നാം ക്ഷമിക്കാതിരുന്നാൽ ഗുണമൊന്നുമില്ല, മറിച്ച് നഷ്ടമേ ഉള്ളൂ. ക്ഷമിക്കുന്നില്ല എങ്കിൽ നഷ്ടമേ ഉള്ളൂ. ഇവിടെ ഈ ദാസനെ സംബന്ധിച്ചിടത്തോളം അവൻ തടവിലാക്കപ്പെട്ടു. അവൻ വിചാരിച്ചെന്ത് ഗുണം അവനുണ്ടാകുന്നു? അവനെ പിടിച്ച് അവന്റെ കൂട്ടു സഹോദരനെ അവൻ പിടിച്ച് തടവിലാക്കി. ഇവൻ വിചാരിച്ചു ഇവൻ എന്തോ നല്ല കാര്യം, ഇവനെന്തോ ഒരു സംതൃപ്തി കിട്ടിയതുപോലെ. അങ്ങനെയാണല്ലോ നമുക്കും. ഇന്ന സഹോദരനോട് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അവന് മുഖത്ത് നോക്കത്തില്ല, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കത്തില്ല, അദ്ദേഹം സഭയിൽ വന്ന മിണ്ടത്തില്ല. പക്ഷെ അദ്ദേഹം അവിടെ ഉള്ളപ്പോഴും പാട്ട് പാടും, കത്രുമേശയെന്നും കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല, കത്രുമേശയെന്നും പങ്കുകൊള്ളും. അപ്പൊ അത്രയും പ്രശ്നം ഉണ്ടെങ്കിലും മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞു വരുന്ന ആശയം,
നമുക്കെന്ത് ഗുണം കിട്ടുമെന്നാണ് നാം ചിന്തിക്കുന്നത്. കർത്താവ് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് ഒരു ഗുണവുമില്ല, നമുക്ക് നഷ്ടം മാത്രമേ. ഇവിടെ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരുവനെ നേടി എന്ന് പറയുന്നുണ്ട്. ഒരുവൻ നിന്നോട് പിഴച്ചാൽ നീ എന്റെ അടുക്കൽ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ പ്രശ്നം തീർക്കുക. അതൊരു കർത്താവ് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാ, നീ അവനെ നേടി, നീ അവനെ നേടി. ഇവിടെ ആ കൂട്ടു സഹോദരനോട് ക്ഷമിച്ചാൽ നീ അവനെ നേടി, അത് ലാഭമാണ്. ക്ഷമിച്ചാൽ ലാഭമുണ്ട്, ക്ഷമിച്ചില്ലെങ്കിൽ ലാഭമില്ല, മറിച്ച് നഷ്ടമാണ്. ഇവിടെ നാം വായിക്കുന്നു, അവൻ ക്ഷമിക്കാതിരുന്നു. അവൻ ക്ഷമിക്കാതിരുന്നപ്പോൾ നാം 34 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അങ്ങനെ അവൻ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു, ദണ്ഡിപ്പിക്കുന്നവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അപ്പോൾ എന്താ ഇതിന്റെ ആശയം? എനിക്കിങ്ങനെ പറയട്ടെ, നാം നമ്മുടെ കൂട്ടു സഹോദരനോട് ക്ഷമിക്കാതിരുന്നാൽ നാമും ദണ്ഡിപ്പിക്കുന്നവരുടെ കരങ്ങളിലായി. എന്താ വെച്ചാൽ വേദനിപ്പിക്കുന്നവരുടെ നടുവില് വേദനയുടെ ഒരു നടുവിലാകും. ഇങ്ങനെ ചിന്തിക്കാൻ, നാം ക്ഷമിക്കാതിരിക്കുന്ന ഒരാള് ഒരു കൂടിവരവിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലുണ്ട്, എങ്ങനെയായിരിക്കും നമ്മുടെ മനോഭാവം? നമ്മളിങ്ങനെ മസിലൊക്കെ പിടിച്ച് മുഖത്ത് യാതൊരു ചിരിയുടെ യാതൊരു ഭാവവും ഉണ്ടാവില്ല. പാട്ട് പാടുന്നത് എങ്ങനെ? ചിലപ്പോ പാടത്തില്ല, പല്ല് കടിച്ചിരുന്നാണ് പാട്ട് പാടുന്നത്. നമ്മുടെ പല്ല് കടിക്കുന്നവരുടെ ദണ്ഡിപ്പിക്കുന്ന കരങ്ങളിലായിരുന്നു. പല്ലുകടിയോടുകൂടെ പാടാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല, സന്തോഷിപ്പാൻ കഴിയുന്നില്ല, കൂട്ടായ്മ ആചരിപ്പാൻ കഴിയുന്നില്ല. എന്ത് ജീവിതമാ! ദണ്ഡിപ്പിക്കുന്നവരുടെ കരങ്ങളിലുള്ള ജീവിതമാ, വേദനിപ്പിക്കുന്ന. എന്ത് പ്രശ്നം എന്താ? ക്ഷമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. എന്നാൽ ക്ഷമിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ക്ഷമയുടെ മനോഭാവം, ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ കണ്ണടച്ച് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ മനോഭാവമാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ചിലരുണ്ട് യാതൊരു മാനസാന്തരവും ഇല്ല, ചെയ്ത കാര്യത്തിൽ യാതൊരു കുറ്റബോധവും ഇല്ല, ഇനിയും ഞാൻ തല്ലുമെന്ന മട്ടിലൊക്കെ വരുന്നവരും യാതൊരു. പക്ഷെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? നമ്മുടെ മനോഭാവം ക്ഷമയുടെ മനോഭാവമാണ്. ആ ക്ഷമയുടെ മനോഭാവം നമുക്കുണ്ടെങ്കിൽ എന്താ നമുക്കുളവാകുന്നത്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയില്ല. ഇവിടെ പറയുക, ദണ്ഡിപ്പിക്കുന്ന കരങ്ങളിലാകും. ക്ഷമിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഒരു ആത്മീയ സന്തോഷം ഉണ്ടാവുകയില്ല. സത്യമല്ലേ? നമുക്ക് പാടാൻ പറ്റുമോ? ശരിയായ നിലയിൽ പാടാൻ നമുക്ക് പറ്റുമോ? സഹോദരന്മാരോട് ചേർന്ന്? ഇല്ല. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. നന്നായി ഒന്ന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഇല്ല. കൂട്ടായ്മ സന്തോഷത്തോടെ ഒന്ന് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും പറ്റത്തില്ല. അപ്പൊ ദണ്ഡനമാണ് നമുക്ക്. ക്ഷമിച്ചാൽ ലാഭമേ ഉള്ളൂ, ക്ഷമിച്ചില്ലെങ്കിൽ നഷ്ടം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, നീ യാഗമർപ്പിക്കുവാൻ വരുമ്പോൾ, വഴിപാട് കഴിപ്പിക്കാൻ വരുമ്പോൾ, നിന്റെ സഹോദരനെ കുറിച്ച് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ആ വഴിപാട് അവിടെ വെച്ചേച്ച് പോയി ആദ്യം അത് വന്ന് തീർത്തിട്ട് വന്ന് നീ വഴിപാട് അർപ്പിക്കുക. നമ്മുടെ എല്ലാ കാര്യവും ഇതൊക്കെ തന്നെയാണ്. കർത്താവ് ഇത് വളരെ ബന്ധപ്പെട്ടിരിക്കുക. അതുകൊണ്ടാ 35 വാക്യത്തിൽ കർത്താവ് ഏറ്റവും ഒടുവിൽ ഈ ഉപമ പറഞ്ഞതിന് ശേഷം പറയുന്നത്, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. അപ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുമ്പോൾ എന്താണ്? ദൈവവും ക്ഷമിക്കും. വെച്ചാൽ ലളിതമായി പറഞ്ഞാൽ, ദാവീദിന്റെ വാക്കുകൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കുന്നതൊക്കെ ഒരു പക്ഷെങ്കിൽ പ്രിയരെ ഈ ക്ഷമിക്കാത്ത ഹൃദയം കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നതിന് കാരണം ഒരു പക്ഷെങ്കിൽ നാം ഹൃദയത്തിൽ ക്ഷമിക്കാതെ പല വിഷയങ്ങളും കൊണ്ട് നടക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്റെ സമയം ഇവിടെ അവസാനിച്ചു. 3 ക്ഷമയുടെ തലങ്ങളാണ് ഇവിടെ നാം പഠിച്ചത്. 1, ക്ഷമ സ്വീകരിക്കുന്നു. 2, ഈ ക്ഷമ സ്വീകരിച്ചവർക്ക് എന്തുണ്ടാവണം? ക്ഷമ അനുഭവിക്കുന്നവരാണ്. നാം ഈ ക്ഷമ സ്വീകരിച്ചതുകൊണ്ട്, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, നാം ക്ഷമ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് അസാധ്യമായത് ദൈവം നമുക്ക് സാധ്യമാക്കി നൽകിയിരിക്കുന്നു. വലിയൊരു വില ദൈവം നൽകിയിരിക്കുന്നത് കൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? നാം കുറച്ചുകൂടെ മെച്ചമുള്ളവരായി തീരണം, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, കർത്താവിന്റെ സ്വഭാവമുള്ളവരായി തീരും കഴിയണം. 3-ാമത്തെ തലം, ഈ പാപക്ഷമ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരായി, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഒരു മനോഭാവമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, നമുക്ക് ഓടി നടന്ന് അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? നമ്മൾ ഇറങ്ങി ഓടുന്നു, ഇപ്പൊ പറഞ്ഞ പോലെ തിരികെ നമ്മളോട് വളരെ മോശമായിട്ട് ഇടപെടുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ക്ഷമയുടെ മനോഭാവം, ക്ഷമിക്കാനുള്ള മനസ്സാണ്. ഒരു സഹോദരൻ
അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടായി. അദ്ദേഹത്തോട് നമ്മൾ തുറന്ന് ക്ഷമിക്കാൻ ഒരു മനസ്സുണ്ടായിരിക്കണം. ഒരു മനോഭാവം, ക്ഷമയുടെ മനോഭാവം എപ്പോഴും നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ഭാഗത്ത് ക്ഷമയുണ്ടായിരിക്കണം. ആ കൃപ ദൈവം നമുക്ക് നൽകി നമ്മെ സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ 5 ക്ലാസ്സുകൾ കർത്താവ് പറഞ്ഞ ഉപമകളിലൂടെ വളരെ വിശദീകരണമായിട്ടല്ല എങ്കിലും കർത്താവ് പറഞ്ഞിട്ടുള്ള ഉപമകളിലൂടെ കടന്നു പോകുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എന്റെ നന്ദിയെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവിന് നാം വാഴ്ത്തപ്പെടുന്നു.